ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാലൂസ് ഹോം ഡയറി. അപ്പോൾ ഇന്ന് ബീഫ് റോസ്റ്റ് റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ 1.5 കിലോ ബീഫുണ്ട്. ഇത് പീസാക്കി നല്ലപോലെ കഴുകിയെടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബീഫ് പല രീതിയിൽ വെക്കാറുണ്ട്, വരട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ബീഫ് റോസ്റ്റാണ് വെക്കുന്നത്. ഇത് ഞാൻ ആദ്യം ഇതിലേക്ക് മിക്സിയിലേക്ക് മീറ്റ് മസാല 1 സ്പൂൺ ഇടുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, അത് കുഴപ്പമില്ല. അതുപോലെ ഇനി ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചി ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അത് ചതച്ച് വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ നേരിട്ട് അങ്ങനെ തന്നെ ചേർക്കാം അരിയാതെ. അതുപോലെ വെളുത്തുള്ളിയും ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ അരയ്ക്കാനായതുകൊണ്ട് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അരയ്ക്കാനായിട്ട് അങ്ങനെ തന്നെ ഇട്ടാലും മതി. ഇപ്പോൾ പട്ട ഇട്ടിട്ടുണ്ട്, 2 കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, പൊടിച്ച കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളകോ, 1.5 ടേബിൾ സ്പൂൺ പെപ്പർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഏലക്കായും 2 ഗ്രാമ്പൂവും ചേർത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിലേക്ക് വിനേഗർ ചേർത്തിട്ടുണ്ട്. അത് കുക്കറിൽ നിങ്ങൾ ഒഴിച്ചാലും മതിയാവും. 2 ടേബിൾ സ്പൂൺ വിനേഗറാണ് ആഡ് ചെയ്യേണ്ടത്. ബാക്കി കുക്കറിൽ നേരിട്ട് ഒഴിച്ചാലും മതിയാവും വേവിക്കുന്ന സമയത്ത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാൻ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ, നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് ബീഫിലേക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം, നല്ലതായിട്ട് അതിലൊന്ന് പിടിപ്പിക്കാം. അത് കൈവച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് അതിലൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് പിടിപ്പിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അത് കുക്കറിൽ വെച്ചിട്ട് വേവിക്കാം. ഇപ്പം നന്നായിട്ട് ഞാൻ നല്ലപോലെ അതിൽ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാം. വിനേഗറും കൂടെ നമുക്കൊന്ന് ഒഴിക്കാം. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇടാൻ മറക്കണ്ട, ഉപ്പ് കൂടി ഇടാം. അപ്പോൾ ഇത് നല്ലപോലെ വേവിക്കാൻ വെക്കാം നമുക്കിനി കുക്കറിൽ. 2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാൻ ചൂടുവെള്ളമാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അടുപ്പിലേക്ക് ഒരു നല്ല കട്ടിയുള്ള പാൻ വെച്ചിട്ട്, ഇതിപ്പോൾ ഞാൻ ഉരുളിയാണ് വെച്ചേക്കുന്നത്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വഴറ്റേണ്ട സാധനങ്ങളെല്ലാം ഇടാം. ഫസ്റ്റിൽ അതിന് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെയാണ്. ഒരു 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും ഒരു 4 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എണ്ണയിൽ കിടന്ന്, ഞാൻ വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് ഒരു 250 ഗ്രാം ചുമന്നുള്ളി, ഒരു 1/4 കിലോ ചുമന്നുള്ളി. സവാള നമ്മൾ എടുക്കാറില്ല, ചുമന്നുള്ളിയാണ് ബീഫിന് നല്ലത്. അപ്പോൾ ഈ ചുമന്നുള്ളിയും കൂടെ ഇടാം. പിന്നെ വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് തേങ്ങാക്കൊത്താണ്. ഇതിപ്പോൾ ഒരു തേങ്ങ ഉണ്ട്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. അരമുറി എങ്കിൽ അരമുറി, അല്ലെങ്കിൽ 1 മുറി വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ ഇതും കൂടി നമുക്ക് അതിലേക്ക് ചേർക്കാം. വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വരുന്നുണ്ട്. ഇഞ്ചി
വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ചുവന്നുള്ളി അതുപോലെ തന്നെ തേങ്ങായും ഇട്ട് കൊടുക്കും. ഇപ്പോൾ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത് തേങ്ങ ഒന്ന് ഇങ്ങനെ വെളുത്ത് കിടക്കുന്ന പോലെ തോന്നിയാൽ നിങ്ങൾ ആ പൊടികൾ ഇടുന്നതിൽ മുളക് പൊടി ഇച്ചിരി മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഒന്ന് വഴറ്റുന്നതിൻ്റെ കൂടെ ഇട്ടാൽ അത് ആ വെളുത്തിരിക്കാതെ ഒന്ന് ഇടും. ഇപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് എൻ്റെ ബീഫ് വേവിച്ചത് ചേർത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ബീഫ് ചേർത്തിട്ടുണ്ട്. ഒരു ഇച്ചിരി ചാറുണ്ട്, അതുകൂടെ ലേശം ഒന്ന് കുറുകി വരട്ടെ. അപ്പം നിങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ കൂടുതൽ ചാറുണ്ടെങ്കിൽ അത് വറ്റിച്ചിട്ടിടുക. ഇത്രയും പോലും ചാറ് വേണ്ട. ഇപ്പം ബീഫ് റോസ്റ്റ് അല്ല, നിങ്ങൾക്കൊരു പെരണ്ടിരിക്കുന്ന ഒരു പരുവമാണ് വേണ്ടെങ്കിൽ കുറച്ചും കൂടെ അതിൻ്റെ ചാറ് പറ്റിച്ചിട്ട് അതിലേക്ക് ബീഫ് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതപ്പം കുക്കറിൽ ഇപ്പോൾ 2 ചെറിയ കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരുന്നത്. ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പം ഒരു 2 ടീക്കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് എടുത്തു കഴിയുമ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അത് വറ്റിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ബീഫ് റോസ്റ്റ് ആയതുകൊണ്ട് ഒരു ഇത്രയും ചാറൊക്കെ കുഴപ്പമില്ല, ഒരു കുറുകിയ പരുവം. ഇതിപ്പോൾ ഈ വെള്ളയായിട്ട് കിടക്കുന്ന തേങ്ങാക്കൊത്തിൻ്റെ കളറൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ തേങ്ങായും ഉള്ളി മൂപ്പിക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി മുളക് പൊടിയോ വല്ലോ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ടൊമാറ്റോ ചേർക്കുന്നുണ്ട്. ഒരു 2 ടൊമാറ്റോ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് പച്ചമുളക് ഞാൻ 2 ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇനിയും തക്കാളി ഒന്ന് നല്ലപോലെ ഒന്നൊന്ന് വേവട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ഇനി ഒരു 2 പച്ചമുളക് കീറിയത്. എരിവ് കറക്റ്റ് ആണെന്നുള്ളവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം, പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇടണ്ട. ഞാനിപ്പോൾ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം, ആ ടൊമാറ്റോയും കൂടെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അടച്ചിട്ട് ഞാൻ തുറന്ന് 2 മിനിറ്റ് കഴിഞ്ഞു. ഏകദേശം തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ചാറ് വറ്റിക്കണമെന്നുള്ളവർക്ക് വറ്റിച്ചൊരു ഡ്രൈ പെരട്ട് പരുവത്തിലെടുക്കാം. ഇതിപ്പം പെറോട്ട അപ്പത്തിനൊക്കെ കറക്റ്റ് പരുവമാണിത്. ഒരു ലേശം ചാറും ബീഫുമായിട്ട് കിടക്കുന്ന ഒരു കറക്റ്റ് പരുവമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.